ഹലോ നമസ്കാരം എല്ലാവർക്കും കൂട്ടുകാരെ. ഇന്ന് ഞങ്ങൾ സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത് സൺഡേ ആണ്. ഇന്നലെ ഞങ്ങൾ നേരം വൈകി വരാനായിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. ഞങ്ങൾ നൈറ്റ് എത്ര മണി ചെയ്യാൻ 10 മണി അല്ലേ? 10 മണിക്ക് ഞങ്ങൾ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്തു. നല്ല വെളിച്ചമാണ്. ഇല്ല ഇപ്പം 8:30 നമ്മൾ 9:45 വന്നത്. 10 മണിയായിപ്പോൾ. ഇപ്പം നല്ല വെളിച്ചമുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ പേരെന്താണ് പൈൻ കോൺസ് ഞങ്ങൾ കുറേ എടുത്തിട്ട് ഞങ്ങൾ കത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് കത്തിക്കാനായിട്ടാണ് പറ്റിയ സാധനമാണ് അത്. ഇത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഞങ്ങളിങ്ങനെ അവിടെ ഇതെന്താ അത് ഞങ്ങൾ പൊതിഞ്ഞിട്ട് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നതാണ്. അത് പെട്ടെന്ന് കത്താൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്. ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയല്ല, അത് മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല, നല്ല മണം ഉണ്ടാവും. വേറെ ടൈപ്പ് ലിക്വിഡാണ് ഇവിടെ കത്തിക്കുന്ന ലിക്വിഡാണ് ഇത്. കോൺസ് പെട്ടെന്ന് കത്തിക്കോളും. അത് കത്താൻ നമുക്ക് നല്ല ഒരു ഇതാണ്. അത് ഇവിടെ അടുത്ത് എല്ലാ മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്നുണ്ടാവും. ഒരു നമ്മളത് ശേഖരിച്ച് ഇത് പെട്ടെന്ന് കത്തി കിട്ടും. പിന്നെ അത് ചെയ്യാനായിട്ട് ഇവിടെ ലോഡുള്ളൊരു പ്ലേസാണ്. അങ്ങനെ നമുക്ക് ചെയ്യേണ്ട സ്ഥലം നമ്മൾ നോക്കണം. അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, നന്നായി കത്തുന്നുണ്ടോ? നന്നായി കത്തുന്നുണ്ട് അല്ലേ? അത് ഞാൻ നന്നായി കത്തുന്നുണ്ട്, സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ കത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ ചാർക്കോൾ ഇടാം അല്ലേ? ചാർക്കോൾ ഇട്ട് കുറച്ച് നേരം അതായി ഈ തീ നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ അതിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പ്രത്യേകം ഒരു സമയമൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. ഇന്ന് ഞങ്ങൾ 12 മണിക്ക് അവിടെ നിന്ന് ലീവ് ചെയ്തത്. കാരണം സൺഡേ എനിക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരം വൈകിട്ടാണ് വന്നത് അവിടെ നിന്ന് തിരിച്ചു. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതാണ് ലിക്വിഡ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ 2-3 സാധനത്തിൻ്റെ ഷോർട്ടുകളുണ്ടായിരുന്നു. അത് ഞങ്ങൾ നെക്സ്റ്റ് ടൈം പരിഹരിക്കും അല്ലേ? അപ്പോൾ നല്ല ഒരു വ്യൂ ആണ്. ഞങ്ങളെ അതിൻ്റെ ലൈക്കിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല സ്ഥലമാണ്. ഞങ്ങൾക്ക് നല്ല ഒരു സന്തോഷം കിട്ടി ഇവിടെ വന്നപ്പോൾ അല്ലേ ദിയാൻ? നല്ലൊരു സന്തോഷമായി കിട്ടി. നല്ലൊരു പ്ലേസാണ്. ലൈക്ക് ഇത് മാത്രമല്ല, കുറേ സ്ഥലമുണ്ട്. ലൈക്ക് ചെറിയൊരു പാർട്ടാണ് കാണിച്ചത് ഞങ്ങൾ. അവിടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതെന്താ ചെയ്യാൻ ഞങ്ങൾ ചെയ്യാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടില്ലല്ലോ അല്ലേ? നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഈ കല്ലുകളൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. കുറേ കല്ലുകൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇത്തിരി തണുപ്പുണ്ടെന്ന്, തണുപ്പ് ഇത്തിരി കൂടുതലാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? അവിടെ അകലെ വീടുകളൊക്കെ ഉണ്ട്. സൂം ചെയ്തത് ഇത് ദിയാനാണ് വീഡിയോ എടുത്തത്. ദിയാൻ ചെറുതായിട്ട് ഷെയ്ക്കായിട്ടുണ്ട് ഫോൺ കണ്ടോ? ഷെയ്ക്കായി കണ്ടോ? കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഇതെന്താ അത് പുല്ലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ദിയാൻ? അതല്ലേ സൂര്യൻ്റെ നമ്മൾ 6 മണിക്കൊക്കെ സൂര്യൻ എന്താ പറയുക, കത്തി നിൽക്കണം. ഇവിടെ 8 മണി, ഇപ്പോൾ 10 മണിക്ക് സൂര്യനുണ്ട്. സൂര്യനെ കാണാൻ പറ്റും. സൂര്യൻ്റെ ചെറിയൊരു അംശം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ഉദിക്കാനല്ല, പോയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ വേറെ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട് ഉള്ള പ്ലേസ് ഉണ്ട്. ഇവിടെ ഇത്തിരി ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റാത്തൊരു നിറയെ മരങ്ങളുടെ ഉള്ളിൽ ഒരു പ്ലേസ്. അത് കാരണം കൊണ്ട് ഞങ്ങൾ പുറത്ത് അവിടെ നിറയെ ഉണ്ട് അല്ലേ? ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക്
കത്തിക്കാൻ പറ്റും. ആർക്കും ഇത് എടുത്ത് കത്തിക്കാം. അതിനൊന്നും ഒരു പ്രശ്നങ്ങളില്ല. ഇവിടെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അവിടെ നിറയെ കല്ലുകൾ വെച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ കല്ലുകളുണ്ട് ഇരിക്കാനായിട്ട്. അങ്ങനത്തെ ഇത് നല്ലൊരു പ്ലേസ് ആണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. ഇവിടെ അങ്ങനെ ഇഷ്ടംപോലെ വൈഡായിട്ടുള്ള പ്ലേസ് ആണ്. ഇത് കണ്ടോ, ഫൈൻ കോൺസ് നല്ല സൂപ്പർ അല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുദോഷനാണ്, ഫിൻലാൻഡിലാണ് ഗൈസ്. ഹാപ്പി സാറ്റർഡേ, ഹാപ്പി വീക്കെൻഡ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വീടിൻ്റെ അടുത്തുള്ളൊരു പ്ലേസാണ്. നല്ല പ്ലേസ്, നല്ല അറ്റ്മോസ്ഫിയർ. ഒരു ടൈം ഇപ്പോൾ 9:40 ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടെ രാത്രി ഈ സമയത്ത് ഇത്തിരി ഡാർക്കായി നിൽക്കണ കാരണം എന്നാലും വെളിച്ചമുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ ഒരു ഷിപ്പൊക്കെ പോകുന്നുണ്ട്. അത് കാണാനായിട്ട് ഇത്തിരി അകലെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബ്രൈ ചെയ്യുന്ന ഒരു പ്ലേസിലാണ്. ഇത് ഗ്രില്ല് ചെയ്യുന്ന ഒരു പ്ലേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ല ദിയാൻ, എവിടെ ഗ്രില്ല് ചെയ്യാൻ എവിടെ വീണാ? ഒരാൾ ഇവിടെ വീണു. കളി കൂടി ഇവിടെ വന്നിട്ട് ദിയാൻ വന്നൊക്കെ ഇവിടെ പറയും. നോക്കിയാൽ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ് അല്ലേ? ഗ്രില്ല് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. ഇതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിൻലാൻഡിൽ നമ്മൾ ഗ്രില്ല് ചെയ്യണ ലോഡുള്ള പ്ലേസിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. ഫൈൻ ചെയ്യുമവർ. കാരണം ഇവിടെ പോലീസൊന്നും അങ്ങനെ വന്ന് വേട്ടയാടി പിടിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ തന്നെ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോലീസിന് ഫോൺ ചെയ്യും. അപ്പോൾ ഉടനടി പോലീസ് വരും. അപ്പോൾ അത് ഫൈനാവും. അപ്പോൾ ഫൈൻ എന്ന് പറയുന്നത് ഒരുപാട് പൈസ നമ്മൾ കെട്ടേണ്ടി വരും. ചില സമയങ്ങളിൽ നമ്മുടെ സാലറി അനുസരിച്ചാണ് ഇവിടെ അവർ ചെയ്യുന്നത്. നോക്കിയിട്ടാണ് അവർ ഫൈൻ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ആരംഭിച്ചു. സാധനങ്ങളിവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും. ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട്. പിന്നെ അവിടെ അപ്പുറത്ത് ഇരിക്കാനുള്ള വേറെ പ്ലേസ് ഉണ്ട്. അവിടെ കല്ലുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേ കല്ലുകൾ വെച്ചിട്ടുണ്ട്. അതല്ല ദിയാൻ, അത് നമ്മൾ പൊളിക്കാൻ പോണോ? പടയ്ക്കാൻ പോയി ഞങ്ങൾ. ഓക്കെ ഗൈസ്, ബൈ. അപ്പോൾ ഞങ്ങൾ ബ്രൈ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതിന് ഞാൻ ബ്രൈ എന്നൊക്കെ പറയും. പക്ഷേ ബ്രൈ എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിലായാലും ബ്രൈ ചെയ്യാൻ ഗ്രില്ല് ചെയ്യുക. ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് അവിടെ എല്ലാവരും അങ്ങനെ ആഫ്രിക്കൻസൊക്കെ ബ്രൈ ചെയ്യുന്നതാണ് പറയാറ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വീടില്ല. അത് ഗ്രില്ലിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗ്രില്ലല്ലേ, ബാർബിക്യൂ. അവിടെ കളറുണ്ട്. അത് ഈ സൂര്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല കളർ വരും ഇവിടെ. അപ്പം ഞങ്ങളിങ്ങനെ അതായത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടോ അത്യാവശ്യം ചിക്കൻ, അതെ, കുറച്ച് എന്താ പറയുക, ഒരു ചിക്കൻ ഫുള്ളായിട്ട് നിരത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മുടെ അല്ലേ, ഗ്രില്ല് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് ഞങ്ങളുടെ. വേറെ അതിപ്പോൾ നമുക്ക് അവിടെയും ഗ്രില്ല് ചെയ്യാം. അതിവിടെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. കാരണം എല്ലാവരും ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല നെറ്റില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ നെറ്റ് നല്ല ക്ലീനൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അല്ലേ ഞാൻ. അപ്പോൾ അതിൻ്റെ മേലത്തേക്കുന്നത് നമ്മളെ ബാർബിക്യൂ ചെയ്യുന്ന സോസാണ്. ആ സോസും കൂടി തേച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബാർബിക്യൂൻ്റെ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ മൂടി വയ്ക്കാനുള്ള ഒരു പാത്രമുണ്ട്. അത് മൂടി വയ്ക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അതായത് മുകളിലും താഴെയും കറക്റ്റായിട്ട് ലെവലിൽ ഉള്ളിലായാലും വെന്ത് കിട്ടും അല്ലേ. അത് മൂടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ അധികം വേവില്ല. ഇതാണ് കറക്റ്റ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അല്ല, പഠിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പഠിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ. പറയും. അത് ചെയ്യാനാ അറിയണതായിരിക്കും. പക്ഷെ
എക്സാമിന്റെ സമയത്ത് അത് തന്നെ പേടിക്കണേ ഇവിടെ പ്രത്യേകിച്ച് നല്ല അസലായിട്ട് ചെയ്യും മാത്സ്. എക്സാമിന് അവൻ മാത്സാ മാത്സ് പേടിയാണ് പൊട്ട സബ്ജക്റ്റാ. മാത്സ് ഇല്ലാണ്ട് ഇവിടെ ഭൂഗോളത്തിൽ ജീവിക്കാൻ പറ്റില്ല, അല്ല മാത്സ് യൂണിവേഴ്സിൽ ജീവിക്കാൻ പറ്റില്ല. ഇതായിട്ടാ മാത്സ് നമ്മളിപ്പോ ഇവിടത്തെ അഡ്മിഷന്റെ സമയത്ത് ആ ടീച്ചർ ഇട്ട് കൊടുത്ത മാത്സ് ഒക്കെ ഇല്ലേ, സിമ്പിൾ മാത്സ് ഒക്കെ എത്ര വേഗം ചെയ്തു അതിന് നല്ല ഇതുണ്ട്. ഇന്റലിജന്റ് ബോയ് ആണ്. യു ഹാവ് ടു നോ ദാറ്റ് യുവർസെൽഫ്. ഓക്കെ, ഇതെന്താ അത്? ഇവനെന്താ പറയണേ? ഇവൻ തണുക്കുണ്ട്. പാല് കണക്കുണ്ടോ ബാക്കി? തണുക്കുണ്ടാ. അയ്യോ, ആ സോക്സ് ഇട്ടിട്ടില്ലേ? പൊന്നോ ധീരവ് സോക്സ് ഇട്ടിട്ടില്ലേ? ഇട്ടുണ്ട്. ഓക്കെ എന്നാ ഓക്കെ.